സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ശിശുവിതയെ നമിച്ചുകൊണ്ട് വേദിയിലും സഹസ്രവിക്കുന്ന ആത്മബന്ധുക്കൾ, എന്നാലും വളരെ സന്തോഷമുള്ള ദിവസം. ഗുരുമഹിമക്കാരൊക്കെ ഗംഭീരെ സംസാരിച്ചു. ദുഃഖം ശാന്തിമഹിമക്കാർ സംസാരിക്കാത്തതായിരുന്നു. അവർ നല്ല രീതിയിലും അവരിതുപോലെ സംസാരിച്ച് പഠിച്ചാൽ ഈ ആശയം ഉറയ്ക്കാൻ തുടങ്ങിയെന്നർത്ഥം. ഈ നമ്മുടെ ഇവിടെ അനുഭവം പറഞ്ഞ അമ്മയോട് എനിക്കതാ പറയാം, മക്കൾ ഉറയ്ക്കണം, മക്കളിലേക്ക് ഇത് പോകണം. എന്തിനാണ് ഗുരു ഈ മക്കളിലേക്ക് ഇത് പോകണം പറയാൻ കാരണം? ടീച്ചറെ, എന്തിനാണ് മക്കളിലേക്ക് ഇത് പോകണം പറയണത്? എന്തിനാണ് അവരെ ആശ കൊടുക്കണം എന്ന് ഗുരു നിർബന്ധിക്കുന്നു? മഹിമയെന്ന് അത് ഗുരുവിൻ്റെ മഹിമയുണ്ട്. എന്തിനാണ് മക്കളതെടുക്കേണ്ടത്? നമ്മൾ തിരിച്ചു വരേണ്ടി വന്നാൽ എവിടെ വരും? ഇതാണ് ഗുരു ചോദിച്ചത്. അവർ മച്ചിലോട്ട് ഭഗവതരുടെ കൂടെ ആണെങ്കിലോ തീർന്നു പരിപാടി അല്ലേ? നമുക്ക് എപ്പോഴെങ്കിലും തിരിച്ച് ഈ കർമ്മത്തെ പൂർത്തീകരിക്കുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മ വന്നേ മതിയാവും, യേശുവിന് വന്നേ മതിയാവും അല്ലേ? 2444 ഗുരുക്കന്മാർക്കും ഇവിടെ വരണം, വരണ്ടേ? അതിനുള്ള പരമ്പര ഏതാ അല്ലേ? നാളെ നമുക്ക് ഈ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ ഗോത്രം എങ്ങനെയായിരിക്കും? ആകെ കുഴപ്പത്തിലായിരിക്കും അല്ലേ? അവർ നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 8 പണി കൊടുക്കുമായിരുന്നു നമ്മൾ അല്ലേ? ഇത് വലിയ അപകടമാണെന്ന ഗുരു പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തോടെ വരണമെന്ന് ഗുരു എപ്പോഴും പറയും. അങ്ങനൊരു അനുഭവം പാലക്കാട് ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായോ? ഒരു തികഞ്ഞ ഭക്തനായ ഒരു വ്യക്തി, അദ്ദേഹത്തിന് 4 മക്കളും കൂടിയാണ് ആശ്രമത്തിൽ വന്നത്. എനിക്ക് 3 മണിക്ക് കണ്ണൂർ എത്തണ്ടാവും. എന്തായാലും അവരവിടെ കാത്തിരിക്കും. ആ വ്യക്തി നമ്മുടെ ആശ്രമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മരണപ്പെടുകയും ഭാര്യയും മരണപ്പെടുകയും ചെയ്ത ശേഷം മക്കളെല്ലാം അപമൃത്യു സംഭവിക്കാൻ തുടങ്ങി. ചറപടേന്ന് അപമൃത്യു. 3 പേരും പോയി. ഞാനത് വിശദമായി പറയുന്നില്ല, സമയമില്ലാത്ത. ഒടുത്തവൻ ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോയി. ജ്യോതിഷൻ പറഞ്ഞു, ഞങ്ങളുടെ രാശിയിലൊന്നും കാണാത്ത ലെവലിൽ നിൽക്കുന്ന ഒരു പൃഥു നിങ്ങൾക്കെതിരാണ്. അത് നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കും. അപ്പോൾ അവൻ്റെ ഒരു ബുദ്ധിയിൽ, അവൻ പണ്ട് ഗുരുവിൻ്റെ അടുത്തൊക്കെ വന്നതല്ല, അവൻ വെറുതെ ഒന്നോട് പറഞ്ഞു, ഞാനൊരു സ്ഥലം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കാമോ? നോക്കിയപ്പോൾ പറഞ്ഞു, വളരെ ശരിയാണ്, അവിടേക്ക് നിങ്ങൾ പോയിക്കോളാം. അങ്ങനെ ഞങ്ങൾ പാലക്കാട് ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത്, ഞാനവിടെ ബ്രഹ്മചര്യനായിട്ടില്ല, ഇവൻ ഓടിക്കൊണ്ടുവരും. അപ്പോഴാണ് നമ്മൾ ഇദ്ദേഹം മെയിൻ ആളായിരുന്നു ആശ്രമത്തിൽ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ അന്വേഷിക്കാൻ പോകണ ആരുമില്ല, മക്കളൊന്നും പിന്നെ ആ ലെവലില്ലാത്തതുകൊണ്ട് ഇവൻ മാത്രം രക്ഷപ്പെട്ടു. ഈ സൂക്ഷ്മത്തിൽ നിന്നുകൊണ്ട് ഈ കർമ്മത്തിൽ നമ്മൾ അദ്ദേഹമല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ അപകടമുണ്ടാവും. അതുകൊണ്ടാണ് ഈ മക്കളെ ഈ ധർമ്മത്തിലൊപ്പം കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ചില വീടുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ സന്യാസിക്കാൻ പോകും, പിന്നെ അവരെക്കുറിച്ച് ആരന്വേഷിക്കില്ല? വീട്ടുകാരെ അന്വേഷിക്കുക. പക്ഷെ ഗുരുവിൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ഗുരു എടുത്തിടുക. ഗുരു വ്യക്തമായി ചോദിക്കും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളിങ്ങനെ പോയിട്ടുണ്ട്, അത് ഇന്ന തലത്തിൽ പോയി നിന്ന് നിങ്ങൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യും? ടീച്ചർക്ക് മനസ്സിലാവണ്ട, അവൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ടാണ് സിദ്ധശ്രീധരേട്ടൻ്റെ വീട്ടിലേക്ക് ആര് വന്നത്? ഗുരു വന്നു.
അവർക്കാർക്കും അറിയില്ല. അപ്പോൾ അവരുടെ ചോദിച്ചൊന്നും അറിയില്ല അവർ ആരാണ് എങ്ങനെയാണ്. അത് ഗുരുതാണ് എൻ്റെ എണ്ണി 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 പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ കർമ്മത്തിൻ്റെ വശം മനസ്സിലാക്കാതിരുന്ന ഇതെവിടെയെങ്കിലും കൊണ്ട് തിരിയും. ഇതാണ് ഗുരു എപ്പോഴും പറയുന്നത്, നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. ഈ കാണുന്ന പല ചോദ്യങ്ങളും അവർ ചോദിക്കും നമ്മളോട്. അപ്പോൾ ആ അമ്മയുടെ മകൻ തന്നെ ചോദിക്കും, എൻ്റെ അച്ഛന് അസുഖം വരുമ്പോൾ നിങ്ങളുടെ ഗുരു എവിടെയായിരുന്നു ചോദിക്കും. അല്ല, എന്നോട് ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചില്ലെങ്കിലും എന്നോട് ചോദിച്ചില്ല. അത് തിരുവനന്തപുരത്ത് കൃത്യമായി ജോലി ചെയ്ത ആശ്രമത്തിൽ നിൽക്കുന്ന ഒരുത്തൻ്റെ മകനാണ് എന്നോട് ചോദിച്ചത്. അവൻ്റെ പേര് ഗുരുപ്രിയൻ എന്ന പേരുള്ളവരാണ്, അങ്ങനെ തന്നെ വെച്ചു. അവനാണ് ചോദിക്കുന്നത്, ഇവിടെ നിന്നിട്ട് എന്ത് നേടി നിങ്ങൾ? ഞാനും ഒന്ന് ചൂളിപ്പോയി അല്ലേ. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ഒരു ജന്നി ഉണ്ടായിരുന്നു, നമ്മുടെ ഗ്രാസ്യ സംഘത്തിൻ്റെ ചാർജും കൂടി ഉണ്ടായിരുന്ന ജന്യാണ്. കൃത്യമായ ജന്യാണോ എനിക്ക് ആരെങ്കിലും പറഞ്ഞില്ല, അതെനിക്ക് തോന്നുന്നു പ്രജ്ഞാജന്യ ആരായിരുന്നു എൻ്റെ അടുത്തുണ്ടായിരുന്നു. നീ നിൻ്റെ അച്ഛനും അമ്മയും നിന്ന് വിളിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് ഈ അച്ഛനും അമ്മയുടെ അസുഖം മുഴുവൻ ഈ ജന്യ എണ്ണി 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 പറയുക. ഇവനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഈ അച്ഛനമ്മമാരെന്ത് ചെയ്തിട്ടുണ്ട്, നെഹ്റുവിൻ്റെ കുടുംബം പോലെ മക്കളെ ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കിയിട്ടില്ല. ഇത് ഗുരു എങ്ങനെയാണ് മാറ്റിയത് നിനക്കറിയോ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഗുരു പറഞ്ഞിട്ട് മെഡിസിൻ അരച്ച് നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുത്തത്. നിൻ്റെ അച്ഛൻ ഇന്ന് അസുഖമായിരുന്നു, നിൻ്റെ അമ്മയ്ക്ക് ഇന്ന് അസുഖമായി. ഇത് നിനക്കും വരും, ഉറപ്പാണ്. എന്താണ്? ജനറ്റിക്കാണ് അല്ലേ? നിനക്ക് വരാതിരിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇതന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ ആത്മഹത്യ, നമ്മുടെ കുടുംബത്തിലെ കടം, ദാരിദ്ര്യം. അവർ പറഞ്ഞ സ്ട്രോക്ക്, ഇത് പാരമ്പര്യമായി വരും. ഇപ്പം രാധാകൃഷ്ണൻ സാറ് മാക്സിമം ട്രൈ ചെയ്യും അല്ലേ? നമ്മുടെ കോഴിക്കോട് രാധാകൃഷ്ണൻ സാർ നമ്മൾ പോയില്ലേ അല്ലേ? അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെല്ലാവരും 55-60 വയസ്സിൻ്റെ ഉള്ളിൽ സ്ട്രോക്ക് വന്ന് മരിക്കും. അച്ഛൻ, ചെറിയച്ഛൻ, അമ്മാമൻ അല്ലേ, സഹോദരി, സഹോദരൻ ഒക്കെ അങ്ങനെ മരിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മാത്രം ദൈവം കുറച്ച് നീട്ടിക്കൊടുത്തു, 75 വയസ്സ് വരാതിരുന്നിട്ടില്ല. പക്ഷെ അത് കുറച്ച് നീണ്ടുപോയി എന്ന് മാത്രം. പക്ഷെ അത് റിക്കവർ ചെയ്തത് പിന്നെ വീണ്ടും. അപ്പോൾ ഇത് നമ്മുടെ കുടുംബപരമായ ഗോത്രപരമായ ഒരു കർമ്മഗതി നമ്മളെ ബാധിക്കുന്നു അല്ലേ? ഇത് ആര് തിരുത്തി തരും? ഇവിടെയാണ് മോള് നമ്മുടെ ഇവിടെ പ്രശ്നം, വാസന വരുന്നു. ആര് തിരുത്തി തരും? ഇത് നമ്മുടെ ഓരോ കുടുംബത്തിലും കയറി കിടക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ പ്രശ്നം. ഇത് എവിടം കൊണ്ട് നമ്മൾ തിരുത്തും? ആര് തിരുത്തി തരും? അവിടെ ഗുരുവിൻ്റെ വാക്ക് വിചിത്രമായിരിക്കും, വളരെ വിചിത്രമായിരിക്കും ഗുരു നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം. അവിടെ നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അവിടെ ചിലപ്പോൾ നമ്മുടെ കുടുംബക്കാർ നമുക്കെതിരാവും, നമ്മുടെ ഏട്ടനിയന്മാരെതിരാവും, എല്ലാം നമുക്ക് പ്രശ്നങ്ങൾ വരും. ചിലപ്പോൾ നമുക്ക് ഈ ആശ്രമം വിട്ടു പോകേണ്ട ഒരു ഗതികേട് വരും. ഇന്ന് പ്രേമേട്ടൻ്റെ ഒരു സഹോദരൻ്റെ മക്കളിവിടെ വന്നിട്ടുണ്ടോ? അവരിന്ന് ഇല്ല അല്ലേ? ആ കുട്ടിക്ക് ഇങ്ങോട്ട് കയറാൻ തന്നെ ഭയങ്കര പേടിയായി. എന്താണ് കുട്ടിയുടെ പേര്? അനുശ്രീ. ഇവിടെ വെച്ചിട്ടാണ് ആ കുട്ടിയുടെ കല്യാണം നടന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? അവരെ വീട്ടിലെ എവിടെയോ കയറി ഈ കർമ്മഗതി കയറി പ്രവർത്തിച്ച് അവർക്ക് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു. വെച്ച ഓങ്കാരം എടുക്കേണ്ടി വന്നു. 4 ദിവസം 4-5 കൊല്ലമായിട്ട് അവർക്ക് ഏകദേശം അറിയുന്ന സ്വാമി മനുശ്രീ സ്വാമിക്ക് മുന്നിലുള്ള ആൾക്കാരെയൊക്കെ അറിയും. കാലത്രയും ഞാൻ പറയേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ഓരോരുത്തരിലും ഉണ്ട്. അതുകൊണ്ടാണ് സന്യാസി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോട് ഗുരു എന്ത് പറയണം? കട്ടിക്ക് പ്രാർത്ഥിച്ചോളാൻ പറയും. ഇവന് വന്ന അബദ്ധം, ഒരു ദേശത്തിന് വന്ന അബദ്ധം. അപ്പോൾ ഞങ്ങളെയൊക്കെ ചീത്ത പറയാറുണ്ട്. പാലക്കാടിലെ സ്വാമി ഇറങ്ങിപ്പോയ സമയത്ത് ചീത്ത കേൾക്കണ ആർക്കാ? ആ
ദേശത്തിൻ്റെ ആൾക്കാർക്ക്. ആ സ്വാമിയെ കൊണ്ട് നിങ്ങളുടെ ദേശത്തിന് ഗുണം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്വാമിയെ കൊണ്ട് എന്ത് ദോഷം വരും? കുഴപ്പം വരില്ലേ? അപ്പം അതിനെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ചിട്ട കൊണ്ടും ചര്യ കൊണ്ടും കടന്നു പോകണം. അപ്പം നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഗോത്രത്തിൽ ഗുരുവിനെ മുറുക്ക പിടിക്കാനുള്ള എന്ത് വേണം? ഭാഗ്യം നമുക്ക് വേണം. ഇതിനാണ് നമ്മൾ നിരന്തരം ആശ്രമത്തിൽ ഈ കുട്ടികളെ പോലെ ശാന്തിമയമ്മക്കാരെ, ഗുരുമയമ്മക്കാരെ ഒക്കെ നിർത്തി അവർക്കൊരു പരിചയം കൊടുക്കണം എന്ന് പറയും. അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് തിരിഞ്ഞാൽ നമുക്ക് മെയിൻ പ്രശ്നം നമ്മുടെ അഭിമാനം. കുടുംബങ്ങളിലിടയിൽ നമ്മൾ അഭിമാന പ്രശ്നം കാരണം നമ്മൾ എന്ത് ചെയ്യും? പല അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മുടെ അന്ത്യ കുർബാനയ്ക്കുള്ള ആണിയാണ്. ഇതൊരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മളെപ്പോഴും ഗുരുവിനെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അറിവ് നമുക്ക് എപ്പോഴും വേണം. ഏത് സംഭവം ഉണ്ടെങ്കിലും ഗുരുവിനോട് ഒന്ന് ചോദിച്ചാൽ എന്താ? ചിലതിന് ഗുരു കൃത്യമായ മറുപടി പറഞ്ഞു തരും, ചിലത് ഗുരു നിശബ്ദമാണ്. അവിടെ നിങ്ങൾ നിശബ്ദമായി കുറച്ച് വെയിറ്റ് ചെയ്യും. അല്ലാതെ അതിനു വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അത് അപകടമാണ്. അത് വരാത്ത വിധത്തിൽ നമ്മളെപ്പോഴും സൂക്ഷിച്ചും കണ്ടും നിവർത്തിച്ച് ഗുരുവിന് മുന്നോട്ട് പോകണം. അത് സന്യാസിക്കും ഗൃഹസ്ഥനും എല്ലാം തതുല്യമാണ്. ഈ വസ്ത്രോട്ടുകൊണ്ട് ഞങ്ങളൊരു സ്റ്റെപ്പ് മുകളിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ട. കർമ്മഗതി എന്ന് പറയുന്നത് ഏത് നിമിഷവും എവിടെയും നമുക്ക് അടി കിട്ടും. പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് തലേ വന്ന് കൊള്ളും. പ്രാർത്ഥനയുള്ളവനെ മുടി കൊണ്ടുപോകും. ഗുരുവിനെ മുറുക്ക പിടിച്ചുകൊണ്ട് പോകാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അതാണ് ആ കുട്ടി ചോദിച്ചത്. ഈ അഹങ്കാരം വാസന കൊണ്ട് വരുന്നത് എങ്ങനെ തിരിച്ചറിയും? ആശ്രമത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ മോളെ. അമ്മയോട് കൂടെ നിന്നാൽ കിട്ടില്ല, അച്ഛൻ്റെ കൂടെ നിന്നാൽ കിട്ടില്ല. ആശ്രമത്തിൽ വരുമ്പോൾ അച്ഛനും അമ്മയും നമുക്ക് വാത്സല്യം കൊണ്ട് പലതും വിടും. പക്ഷെ ആശ്രമത്തിൽ വന്ന് നമ്മൾ നിൽക്കുമ്പോൾ എൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്, എൻ്റെ അഹങ്കാരം എന്താണ്, ഹീനത എൻ്റെ എന്താണ് കുഴപ്പമെന്ന് ആശ്രമത്തിൽ നിൽക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ. ഈ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഒരു സന്യാസിയുടെ സ്വഭാവം തിരിച്ചറിയുന്നപ്പോഴാണ് അവന് പ്രയോറിറ്റി കിട്ടാതെ ആവട്ടെ, അല്ലേ? പിന്നിലേക്ക് അല്ലേ? അപ്പോൾ ഈ അഹന്ത, ഈ ഈഗോ എൻ്റെ ഉള്ളിനുള്ളിൽ എപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം ഇവിടെ നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും മടി. എന്താണ് മടി? എൻ്റെ ഈഗോ ആണ്. ഞാൻ സംസാരിച്ച് അവിടെ നിന്ന് ചിരിച്ചാൽ എൻ്റെ എന്താണ് ഇവിടെ ഉള്ളത് ചോദിച്ചാൽ അങ്ങനെ ഇല്ലാത്തതിനോട് ഇവിടെ പ്രശ്നമില്ല. ഇപ്പം ലക്ഷ്മി നിവേദ്യ സംസാരിച്ച പോലെ ഇവിടെ നിന്ന് അരമണിക്കൂർ സംസാരിക്കണം. അപ്പം ഇതുപോലെ ഗുരുവിൻ്റെ മുന്നിൽ നമ്മൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കുള്ള ഓരോ ഗതികേടുകളും മാറിപ്പോകും. ചില ഗതികേടുകൾ നമുക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഗുരുവിനെ നേരത്തെ പറഞ്ഞുകൂടാമെന്ന് ചോദിക്കും. രാജീവ് ചെണ്ടിയാടുണ്ടോ അവിടെ എവിടെയെങ്കിലും? ആയിരിക്കുന്നില്ല. അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഗുരുവിന് അറിയില്ലേ ആ ഭാര്യയ്ക്ക് ക്യാൻസർ വരുന്നത്? എന്നോട് ചോദിച്ചവരുണ്ട്. ഞാൻ അന്ന് ഗൃഹസ്ഥ സംഘത്തിന് ഇൻചാർജാണ് അവിടുത്തെ. അദ്ദേഹത്തിൻ്റെ കൂടെ ഹോസ്പിറ്റലിലും മറ്റൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അറിയും. പക്ഷേ അനേക ജന്മത്തിലെ കർമ്മഗതി ആവർത്തിച്ച് നിവർത്തിച്ചേ ഗുരുവിന് പറ്റുള്ളൂ. മനസ്സിലാവണ്ട? ചിലത് സംഭവിക്കേണ്ടത് സംഭവിച്ചു പോകണം. അതിനാര് വിധേയപ്പെടണം? ഞാൻ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു. ഭർത്താവ് മരിച്ചിട്ട് ന്യായം പറയാൻ പോയപ്പോൾ എന്നോട് അവിടുത്തെ കുടുംബക്കാരെ എന്നെ പൊരിച്ചില്ല എന്നുള്ളു. വറുത്തിട്ട് പൊരിക്കേണ്ടതായിരുന്നു. അവരുടെ ചോദ്യങ്ങളൊക്കെ വളരെ ഗംഭീരമായി. അവർ മിലിറ്ററിക്കാരാണ് മരിച്ചിരിക്കുന്നത്. തീവ്രവാദി വരുമ്പോൾ നിങ്ങളുടെ ഗുരു എവിടെയെന്നൊക്കെ ചോദിച്ചല്ലോ. അല്ല, അവരറിയില്ല എന്നുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കർമ്മത്തിനെ ഗുരു എന്താണെന്ന് മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് വലിയ അബദ്ധങ്ങളും ചെയ്യും. നമ്മളെപ്പോഴും ഗുരുവിനെ മുറുക്ക പിടിച്ചു പോകാനുള്ള ഒരു അറിവ് നമുക്ക് വേണം. ഞാൻ ഇന്ന് സംസാരിക്കാൻ വെച്ചത് മരണമായിരുന്നു. പക്ഷെ ഇന്ന് ഇവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ ഞാൻ പിന്നെ സംസാരിക്കും. വെരി ഗുഡായിട്ട് നമ്മുടെ ഗുരുമഹിമ കുട്ടികൾ
ഇതുപോലെ ശാന്തിമഹിമ കുട്ടികളും കൂടി സംസാരിക്കണം. അന്നാണ് നമ്മൾ ഈ സത്സംഗം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകും. അപ്പം മാതൃമണ്ഡലക്കാരൊക്കെ ഒരുമാതിരി സംസാരിക്കുന്നത്, ആരും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടുപേരുണ്ട്, VSN ഉണ്ട്. ഇതേപോലെ ഈ കുട്ടികൾ ഈ ആശയം ഗുരുവാണി എടുത്ത് സംസാരിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ എന്ത് സന്തോഷം. എന്താണ് വാസന, എങ്ങനെ വരുന്നു, അത് എത്ര ജന്മം കൊണ്ട് വന്നതാണ്, അത് ഗുരുവിൻ്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും. നിങ്ങൾ നമസ്കരിക്കുന്ന പോലും ഗുരു കാണിച്ചു തരും. ഇവൻ്റെ വാസനയ്ക്കനുസരിച്ച് നമസ്കരിക്കും അല്ലേ. ചിലവർ സാഷ്ടാംഗം അങ്ങനെ നമസ്കരിക്കും ഗുരു അല്ലേ. നമസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുണ്ടെന്ന് ഗുരു പറഞ്ഞിട്ടില്ല. അങ്ങനെ ചിലവരൊക്കെ ചെയ്യുന്നുണ്ട്, ചിലവർ ചെയ്യാറില്ല. ഇവിടെ നമസ്കരിക്കണം എന്നല്ല എല്ലാ പ്രാർത്ഥന അല്ലേ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എൻ്റെ കൂടെ ഒരാൾ ശിശുപതി നമസ്കരിച്ചു. അന്ന് 4 മണിക്കൊരു വീഡിയോ വരികയാണ് ആ വ്യക്തിയെക്കുറിച്ച്, ഒരാളിട്ടതാണ്. അന്നിട്ട് മൊത്തം ശിശുപതി തെറി വിളിക്കുകയാണ് അയാൾ ആ വീഡിയോയിൽ. നമസ്കരിച്ചതെന്താ? കപടതയല്ലേ. ഇതല്ല വേണ്ടത്. അതുപോലെ ഗുരുവിൻ്റെ മുന്നിൽ ഇതുപോലെ ഒന്ന് കാണിക്കുന്നവർ അല്ലേ. ഗുരുവിനെ ഒന്ന് നമസ്കരിച്ചിട്ട് ഇപ്പുറത്ത് കൂടെ പോയിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെയും ധർമ്മത്തിനും പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കും. നമസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? നമസ്കരിക്കുകയാണെങ്കിൽ ആ ധർമ്മത്തിലും ഗുരുവിൽ പൂർണ്ണ സമർപ്പണത്തോടു കൂടി നമ്മൾ ചെയ്യണം. നീ നമസ്കരിച്ചില്ലെങ്കിൽ ഗുരുവിന് കുഴപ്പമില്ല ഗുരുവാണ്. എന്താ കാരണം? നീ ഈ ആശയത്തിൻ്റെ ധർമ്മത്തിൽ പ്രവർത്തിച്ചാൽ മതി അല്ലേ. സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയം പ്രചരിപ്പിച്ചു. എങ്ങനെ അറിയും? ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട. പ്രശ്നം കംപ്ലൈൻ്റ്. അപ്പോൾ ശ്രീനാരായണ ചിറൻകീഴിയിൽ വന്ന സമയത്ത് ഇത് വലിയ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞൊരു വേട് വളരെ ഗംഭീരം. അവൻ പറഞ്ഞാലെല്ലാം ശരിയുണ്ട്. അവൻ്റെ വാക്കിലെ ദൈവമില്ലാത്തുള്ളൂ, പ്രവൃത്തിയിൽ എന്തുണ്ട്? അത് മതി അല്ലേ. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ എപ്പോഴും ആര് വേണം? ഗുരു വേണം. അതെപ്പോഴാണ് നമുക്ക് ഗുരു ഇല്ലാതാവുക? പ്രമോദേ, നമ്മുടെ വിവാഹം വരുമ്പോൾ നമുക്ക് ഗുരു ഉണ്ടാവില്ല. അവിടെ നമുക്ക് ജാതിയും മതവും പ്രേമമൊക്കെ കയറി നമ്മൾ നശിപ്പിച്ചു കളയും. നമ്മുടെ ഗോത്രം തന്നെ നശിപ്പിക്കും. 2 എപ്പോഴാണ് വരിക? നമുക്ക് പണം കൂടുമ്പോൾ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ഈഗോ വരും, അങ്ങനെയൊക്കെ വരും. 3 മരണം നടക്കുമ്പോൾ അല്ലേ. മരണം നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ചടങ്ങുകളൊക്കെ. അപ്പം ഇതെല്ലാം ഗുരു പറയുന്നത്, മരണം എന്ന് പറയുന്നത് ആ ശരീരം എന്നത് നിങ്ങൾ ഒന്നുമല്ലാത്തതാണ്, പക്ഷെ ജീവനാണ് നമുക്ക് ആവശ്യം. ഇവിടെ അതാണ് ആ കുട്ടി സംസാരിച്ചത്. അനേക കോടി ജന്മങ്ങളിൽ ജനിച്ചും മരിച്ചും പോയ വാസന എവിടെയുണ്ട്? ഈ മൃഗത്തിൽ നിന്നാണ് ജന്മം കിട്ടിയതെങ്കിൽ അവരുടെ സ്വഭാവം എന്തായിരിക്കും? ചില ആൾക്കാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നീ അതിന്ന് ജനിച്ചത്, അതുകൊണ്ട് നിന്റെ സ്വഭാവം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ചിലവരോട് കടിച്ച് സംസാരിക്കും. ചിലർ നോക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ ആൾക്കാർ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവരൊക്കെ ഇപ്പോഴും ആശ്രമത്തിലുണ്ട്. ചിലവരൊക്കെ സന്യാസിയായിട്ടുണ്ട്. ഞാൻ അറിയാം. കാരണം അവരുടെ ആ ജീവൻ്റെ അനേക ജന്മത്തിലെ വാസനപരമായ കർമ്മം അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ചില ആൾക്കാരുടെ അടുത്ത് ഗുരു പറയും, നിനക്കിത് എടുക്കാൻ പറ്റില്ലല്ലോ, ഇത് അന്ത്യം വരെ നീ കൊണ്ടുപോകുമോ എന്ന് പലപ്പോഴും ഗുരു ചോദിക്കണേ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കർമ്മശേഷി ഉള്ളതാണെന്നും ഏറ്റവും കൂടുതൽ കൈക്കോട്ടെടുത്ത് വെട്ടുന്ന ആൾക്കാരാണെന്നും ഇവിടെ ഏറ്റവും കൂടുതൽ ഓരോ കാര്യങ്ങൾ ചെയ്താണ്, അല്ലെങ്കിൽ ഒരുപാട് സമർപ്പണം ചെയ്തവരാണെന്നൊക്കെ പറയുമ്പോൾ ഗുരു അവിടെ അതിനൊന്നും വില കൽപ്പിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താ? കാരണം ഇത് അന്ത്യം വരെ കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് ഗുരു പറഞ്ഞു. ഇത് ഗുരു ശിഷ്യപൂജന്യ എപ്പോഴും ജന്യയുടെ അനുഭവം എടുത്ത് പറയും അല്ലേ. ജന്യയുടെ വീട്ടുകാരൊക്കെ പോയി, ജന്യ മാത്രമാണ് ഇപ്പോഴാണ് ലോകമാതാവായി ലോകത്തിൻ്റെ ഗുരുസ്ഥാനം വന്നപ്പോഴാണ് എല്ലാവരും തിരിച്ചു വന്നത്. ഇതുപോലെ നമുക്കൊക്കെ ഒരു ഗതികേട് ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോകുമ്പോൾ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പട്ടിയെ പോലെ കടക്കാൻ പഠിക്കണമെന്ന് ഗുരു പറഞ്ഞു.
ഇപ്പോഴല്ല, നേരത്തെ പഠിച്ചു വെച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തും സഹിച്ച് ഗുരുവേ എന്ന് പറഞ്ഞ അന്ത്യം വരെ, അവസാന ശ്വാസം വരെ പിടിച്ചു നിൽക്കണം, അല്ലേ? അതിന് നമുക്ക് സാധിക്കണം. സമയം വളരെ 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 കുറവാണ്. ഇനിയാണ് അവിടെ എത്തേണ്ട സമയം കഴിഞ്ഞിരിക്കും. ഇനി ഞാൻ ആഹാരം കഴിക്കണം, എനിക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം, നിങ്ങൾക്ക് പ്രസാദം തരണം. എന്നിട്ട് ഞാൻ യാത്ര ചെയ്ത് എവിടെ എത്തണം? 1 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഇവിടെ 2:15 ഞാൻ പോകാൻ പറഞ്ഞാണ്, ഇവിടെ പുറപ്പെടാന്നൊക്കെ പറഞ്ഞാണ്. എന്തായാലും ഇന്നത്തെ ഈ സംസാരങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ 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 സന്തോഷമായി. കാരണം മറ്റേത് ഓടി വന്നിട്ട് എല്ലാ ആശംസകളും തരുന്നു സഗുരേശ്വരൻ അല്ലേ, അങ്ങനെയല്ല ചെയ്യാറ്. അതിന് പകരം ഇന്ന് ഗുരുവാണികളൊക്കെ എടുത്ത് വളരെ ഗംഭീരമായി വാസന എന്താണ്, എന്തായാലും അനുഭവം പറഞ്ഞ് അവരുടെ ആ ജീവിതത്തിലുണ്ടായ വിഷമതകൾ അവരിനി പ്രാർത്ഥിക്കേണ്ട മക്കളിത് ഉതകട്ടെ. ആ മക്കൾക്ക് അത് എടുക്കാൻ പറ്റണം ഈ ആശയം. ഇവിടെ അങ്ങനെ കുറേ, ഈ വള്ളിയായിൽ തന്നെ കുറേ പേരുണ്ട് മക്കൾ വരാത്ത, ഇങ്ങോട്ട് വരാത്ത നടക്കുന്ന എത്രയോ പേര്. അതുവരോടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, കാലക്രമേണ അവർക്കിത് മനസ്സിലാകുമ്പോഴേക്ക് സമയം കഴിയും. അതുകൊണ്ട് അവരെ എപ്പോഴും ഈ ആശ്രമവുമായി ചേർത്ത് നിർത്തി കൊണ്ടുപോകാനുള്ള ഒരു അറിവ് അവർക്ക് കൊടുക്കുകയും അവരെ കൂടുതൽ നിർബന്ധിക്കാനും പാടില്ല. ഇരിക്കരുത്, തുടരുത്, ആക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇന്നത്തെ തലമുറ നിങ്ങൾ എന്തു ചെയ്യും? തള്ളിപ്പറയും. അത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി തള്ളിപ്പറയും. അവിടെ നമ്മൾ വളരെ ശ്രദ്ധ. ഞാനിവിടെ അങ്ങനെ ഒന്നും പറയാറില്ല. എന്താ കാരണം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പതുക്കെ എന്നോട് യാത്ര പറയും. സ്വാമി ഞാനൊന്നും വീട്ടിൽ പോയി വരാം, വീട്ടിൻ്റെ അപ്പുറത്തെ ടവറിന് എന്തോ കുഴപ്പമുണ്ട്, ഞാൻ പോയി നോക്കിയാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെന്ത് ചെയ്യും? ഇങ്ങനെ പോവും. അതിന് പകരം അവരെ നമ്മുടെ ഇതിനുള്ളിൽ നിർത്തിക്കൊണ്ട് ഇതിനെ അവരുടെ അറിവ് കൊണ്ട് അവർ മനസ്സിലാക്കണം. അവരുടെ അറിവ് കൊണ്ട് ഇതെന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം, എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് മനസ്സിലാക്കുമ്പോൾ അവരെന്നെ സ്വയം തിരുത്തി വന്നു. ഇങ്ങനെ അച്ഛനമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും മരണത്തെക്കുറിച്ചുള്ള കാര്യം നമുക്ക് അടുത്ത ആഴ്ച സംസാരിക്കാം കേട്ടോ. ഇതാ ആരാ സംസാരിച്ച്? സച്ചിത ഗംഭീര സംസാരിച്ചു. അതല്ല, ഈ നമ്മുടെ രമണൻ ചേട്ടൻ മരിച്ച സമയത്ത് കുറേ അവരുടെ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ നമ്മൾ ഗുരുഗീത ചൊല്ലുമല്ലോ. ഗുരുഗീത ചൊല്ലിയപ്പോൾ രമണൻ ചേട്ടൻ്റെ കുടുംബക്കാരൊക്കെ ചോദിച്ചു, ഇവരൊക്കെ സംസ്കൃതം എവിടുന്നാ പഠിച്ചത്? നമുക്കെല്ലാം അറിയില്ല, ഗുഹ്യതയുടെ അർത്ഥം ചോദിച്ചാൽ പോലും പെപ്പ പേടിക്കും നമ്മൾ. ഇത് ദിവസം ചൊല്ലി അല്ലേ? നമ്മൾ പോലെ സംസ്കൃത പണ്ഡിതന്മാർ ചൊല്ലണ പോലെ ചൊല്ലിപ്പോന്നു. സത്യം പറഞ്ഞാൽ ടീച്ചർക്കറിയാം ഇവിടുത്തെ പ്രശ്നം എന്താണ്. ഇത് കാണാപ്പടടിക്കരുത് അല്ലേ? എന്ന പോലെ ഗുരുവിൻ്റെ പ്രകാശത്തിൽ ഇവർ സംസാരിക്കുന്ന പല കാര്യങ്ങളും പലവർക്കും മനസ്സിലാവും. ഇപ്പോൾ ഇന്ന് വന്നവർക്ക് തന്നെ ഈ കുട്ടി സംസാരിച്ച കാര്യം എടുക്കുകയാണെങ്കിൽ, വാസന എന്ന് പറഞ്ഞ പുണ്യഭാവത്തിൻ്റെ വശം എടുത്ത് ചിറച്ച് ചെയ്ത് പോയാൽ അവർ കിടന്ന് കുഴയും. ഒരു സിഗരറ്റ് വലിക്കുന്ന പോലും വാസനയാണ്. ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ അതിൽ എന്ത് കറി എങ്ങനെ തിരിച്ചിടുന്ന വാസനയാണ്. ആ ജീവൻ്റെ വാസനയ്ക്കനുസരിച്ചാണ് അമ്മ ആഹാരം ഉണ്ടാക്കുന്നത്. ഒരു എഴുത്തെഴുതുമ്പോൾ, ഒരു വിത്തെടുത്ത് ഇടുമ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ ജീവൻ്റെയുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. ഇതാ കുട്ടി സംസാരിച്ച് വന്നപ്പോൾ എത്ര ഗംഭീരമായിരുന്നു. ഇപ്പോൾ അവൾ സംസാരിച്ചു ഇതേപോലെ. അവളുടെ ജീവിതം തന്നെയാണ് അതിൻ്റെ രഹസ്യം. അവൾ എന്നോട് വന്ന് പറഞ്ഞാണ്, ഇയറോട്ടാണ് അടിച്ച് പിരിഞ്ച് ദുസ്മനായി. ഞാൻ പറഞ്ഞു സമാധാനമായിട്ടിരിക്കുക, ഈ ഗുരുവിൻ്റെ മക്കളാണ്, ഒരു ലഹളയ്ക്കും പോയത്, സമാധാനമായിട്ട് കടന്നു അല്ലേ? അപ്പോൾ ഇത് കടക്കില്ല എന്ന് അധ്യാപകനുണ്ട്, പക്ഷെ അവർക്കറിയില്ലല്ലോ ഇത് ഗുരുവിൻ്റെ പ്രകാശത്തിലാണ് ഇവർ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ പല പ്രശ്നങ്ങളും നമ്മുടെ നേർക്ക് വരും, ഇല്ല എന്ന് ഞാൻ പറയില്ല. വരുമ്പോൾ എന്ത് ചെയ്യണം? സമാധാനത്തോടുകൂടി ഗുരുവിനെ പിടിച്ച് നമ്മുടെ വാസനപരമായ ചിന്തയെ താഴ്ത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാർവതി ഗുരുവിനെ കടക്കണം. പാർവതിക്ക് എന്താ പ്രശ്നം? മനസ്സ് താഴേക്ക് പോകും. ജോലി കിട്ടുന്നില്ല, പഠിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്ത വരും. അതൊന്നുമല്ല, അതിൻ്റെ സമയമാകുമ്പോൾ അതിൻ്റെ എല്ലാം രീതിയിലും നമ്മുടെ ജീവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പപ്പോൾ ഗുരു തരും. അത് ഉറപ്പാണ്.
ഇന്ന് വരെ ആർക്കും അത് കിട്ടാതിരുന്നിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ചയും ഇതുപോലെ നല്ല പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കുറേ പഠിച്ചിട്ട് വരണം. കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. കുറേ ചോദ്യങ്ങൾ വേണം. അപ്പോൾ ആ കുട്ടി അഹങ്കാരം തിരിച്ചറിയാൻ എന്താ വഴി? ആശ്രമത്തിൽ വന്നാൽ എൻ്റെ അടുത്ത് ചീത്ത കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. സത്യമാണ്. അഹങ്കാരം എങ്ങനെ തിരിച്ചറിയുക? എങ്ങനെ തിരിച്ചറിയാം? അല്ലേ? എൻ്റെ അഹങ്കാരം എനിക്ക് തിരിച്ചറിയോ? ഇല്ല. മറ്റവൻ എന്നെ പറയുമ്പോൾ ആഹാ അങ്ങനെയാണല്ലോ, അത് തിരിച്ചറിയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മായിമ്മയും വരുമ്പോൾ നമ്മൾ ലഹളയാവും. എന്താ കാരണം? രണ്ടുപേരും അഹങ്കാരം ഈക്വലാണ്. തിരിച്ചറിഞ്ഞാലോ സൈലൻ്റാവും. അപ്പോൾ അധ്യാപകനോട് പോകുമ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു മനസ്സിലാക്കി, അത് നമ്മൾ ലോക്ക് ചെയ്തപ്പോൾ താവും. അപ്പോൾ അഹങ്കാരം ആശ്രമത്തിൽ വരുമ്പോൾ എന്തു ചെയ്യും? ഗുരു ലോക്ക് ചെയ്യും. അത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് അവിടെ പോയി നോക്ക്, അല്ലേ? പൊളിച്ചടുക്കി തരും. ഗുരു ഇറങ്ങാൻ പറയും, പുറത്തിറങ്ങടാ പറയും. നീ എന്താടാ കാണിച്ചു വെച്ചിരുന്നിരിക്കണം, അതാണ് ഇതാണെന്നൊക്കെ പറയും. നമ്മൾ അന്തം വിടാം. അതാണ് സ്നേഹാത്മസ്വാമിക്ക് എപ്പോഴും പറയാനുള്ള കാര്യം. സ്വാമിയൊക്കെ ബ്രഹ്മചര്യായിട്ട് വന്ന് നിൽക്കണ സമയത്ത് ഈ ചേർത്തലക്കാർ വന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ സ്വാമി എന്ത്, നമ്മളെ പുതിയ വൈറ്റ് ഷർട്ട് ഇതല്ലേ, ഷാളൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നോക്കുമല്ല, ഒരുത്തൻ തിന്നാനും തീറാനും വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവനെയൊക്കെ എന്തിനാടാ അവിടെ നിർത്തിയിരിക്കുന്നത്, കൊണ്ടുപോടാ അവിടെ, ഇവനൊക്കെ കാരണം ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ചിട്ട് തൊലിവിരിച്ചു വിടുകയാണ്. തീർന്നില്ലേ? സ്വാമി പറയുന്നത് നീയാ എങ്ങനെ ചേർത്തല. അപ്പം മിക്കവരും അതാ വിശ്വസിക്കുന്നത്, നീയൊക്കെ എന്തിനാടാ ഉത്തമം അവിടെ നിൽക്കണം, അപ്പോൾ പോവാതുകൊണ്ട് വിളിക്കുക. പക്ഷെ ഗുരു ചെയ്യുന്നത് എന്താണ് അവിടെ? നമ്മുടെ അഹങ്കാരത്തിനെ ഈഗോനെ ഒടിച്ചു വിടും. പൊട്ടിക്കനെ കട്ടക്കിന് ഒട്ടിക്കും. പലതും ചെയ്തുകൊണ്ട് നമ്മളവിടെ പോകുമ്പോൾ പൊട്ടിച്ച് കൈത്തരും. നമ്മളൊക്കെ പാലക്കാട് ഹോസ്പിറ്റലിലെ പല കാര്യത്തിനോടൊപ്പം പൊട്ടിച്ച് തരിപ്പണാക്കി തരും നമ്മളെ. ഇത് ഗുരുവിന് മാത്രമാണ്. അതുകൊണ്ട് എവിടെ വരണം? ആശ്രമം. അച്ഛനമ്മേൻ്റെ കൂടെ നിന്ന് കിട്ടില്ല. അച്ഛനമ്മ എന്ത് ചെയ്യും? ലാളിച്ച് 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 അത് ഒറ്റ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യും? ഒലക്കൊണ്ട് തലയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന് പകരം എന്ത് ചെയ്യും? ഇവർ ലാളിച്ച് ഈ അഹങ്കാരത്തിനൊപ്പം വളർത്തിക്കൊണ്ട് അവർക്ക് അറിയില്ല. ആശ്രമത്തിൽ വരുമ്പോൾ ഇവിടെ എന്തില്ല? അങ്ങനെയൊന്നുമില്ല. നമ്മൾ പറയേണ്ട അവിടെ പറയും, അടിക്കേണ്ട അടി കിട്ടും, 5 മണിക്ക് എണീച്ചില്ലെങ്കിൽ ചുട്ട പട കിട്ടും, ചീത്ത കേൾക്കേണ്ടി വരും. നമ്മൾ ചെയ്ത ഒന്നിനും വിലയുണ്ടാവില്ല. അതെല്ലാം ആരും കാണില്ല. അതെല്ലാം ഒരു സൈഡിലൂടെ പോകും. അതുകൊണ്ട് എല്ലാവരും അത് മനസ്സിലാക്കുക. അടുത്ത ആഴ്ച എന്തായാലും നമുക്ക് മറ്റേ കോഴ്സ് എടുക്കാം. ഇതുപോലെ നല്ല പ്രസംഗം ഉണ്ടെങ്കിൽ അത് കേട്ടിരിക്കാൻ നല്ല സന്തോഷം. നന്നായി സംസാരിക്കാൻ വരിക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഗുരുദീപ്തിയൊക്കെ അടുത്ത ഞായറാഴ്ച വരുമ്പോൾ 2 പേപ്പർ എഴുതി കൊണ്ടുവരണം. ഇതുപോലെ ഗുരുവാണികളൊക്കെ എടുത്ത് പഠിച്ച് അതിൻ്റെ ഡീറ്റെയിലായി ഉണ്ടാക്കണം. അവളിന്ന് രാവിലെ എൻ്റെ അടുത്ത് ഒരു മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻ അല്ലേ? എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്? തിരിച്ചും മറിച്ചും ചോദിച്ച് അതിനൊക്കെ എഴുതി ഉണ്ടാക്കി. പിന്നെ പറഞ്ഞു എനിക്ക് 2 പുസ്തകം തരണം പറഞ്ഞു. ആ 2 പുസ്തകം എടുത്തുകൊണ്ട് പോയി ഇന്ന് ഇത്രയും പ്രസംഗിച്ചു. ഇതാണ് അത്. ഇത് അന്ത്യം വരെ അവസാന ശ്വാസം വരെയും എന്ത് വേണം? നമുക്ക് ഗുരുവിൻ്റെ കൂടെ നിൽക്കണം. അല്ലാതെ വസ്ത്രം കിട്ടിയിട്ടൊന്നും കാര്യമില്ല. ഒരു വസ്ത്രം തരുമ്പോഴും പറയുന്നത് എന്താ? ഇത് അന്ത്യം വരെ സൂക്ഷിച്ചു. താലി കെട്ടുമ്പോഴും താലി കൊടുക്കുമ്പോഴും ഒക്കെ പറയുന്നത് എന്താ? അന്ത്യം വരെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും പറയണതാണ്. അന്ത്യം വരെ നിങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കണം. ഈ ആശയത്തിൻ്റെ വലിപ്പം അതാണ്. അതുകൊണ്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമകാരുണ്യവാനായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലേക്ക് എൻ്റെ വാക്ക് സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ. നന്ദി പറയണം.